പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് വീഴ്ച ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക, പോലീസിന്റെ ഒത്തുകളി അവസാനിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കുന്നമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ചായി വന്ന പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും തുടർന്ന് പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റുകയും ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോലീസ് കേസിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഉറവ പറ്റിയിട്ടില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ സഹോദരന്മാർ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് കടന്നു വന്നത് ഇവിടെ നടന്ന ഒരു മനുഷ്യത്വരഹിതമായ പോലീസിനെ നാണം കെടുത്തിക്കുന്ന ഒരു നടപടിയിൽ പ്രതിഷേധിക്കുവാനാണ്. കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ 1-ാം നമ്പർ പോലീസായിരുന്നു. ലോകത്തിലെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഏറ്റവും വലിയ നക്സൽ പ്രസ്ഥാനം വലിയ രീതിയിൽ മുന്നോട്ട് വന്നപ്പോ അത് തടഞ്ഞു നിർത്തി അവരെ ഇല്ലാതാക്കിയ ഏറ്റവും ശക്തമായ പോലീസ് കേരളത്തിലായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസിനെ ഇന്ത്യയിലെ പല പോലീസ് സേനയും മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പന്തീരങ്കാവിലെ ഒരു സഹോദരി, ആ പന്തീരങ്കാവിലേക്ക് വിവാഹം കഴിച്ച ഒരു സഹോദരിയുടെ ദുരവസ്ഥ നമുക്ക് ഏറെ സഹോദരിമാരുള്ള പെൺമക്കളുള്ള നമ്മൾക്കേറെ വേദന വീഴുന്നതും ഉത്കണ്ഠ തോന്നുന്നതുമായ ഒരു കാര്യമാണ്. പോലീസിന്റെ വീഴ്ചയാണ് രാഹുൽ P. ഗോപാൽ സിംഗപ്പൂരിലേക്ക് രക്ഷപ്പെടാൻ കാരണമായതെന്ന ആക്ഷേപം യുവതിയും കുടുംബവും ഉന്നയിച്ചിരുന്നു. വീഴ്ച കണ്ടെത്തിയതോടെ പന്തിരങ്കാവ് SHO AS സരിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രതിഷേധ മാർച്ചിൽ അസീസ് മാവൂർ അധ്യക്ഷത വഹിച്ചു. R. ഷഹീൻ, ദിനേശ് പെരുമണ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.